Students, today we are going to learn about another theory regarding the study of price trends, that is actually known as efficient market hypothesis. Okay, we also call it as EMH, efficient market hypothesis. This is a very important area from exam point of view, and it's quite simple actually. So regarding the analysis on stock prices, you have learned two theories, isn't it? That is, two analysis that you have learned is fundamental analysis, and which makes use of EIC analysis, that is economic, industry and company analysis. And also you have learned technical analysis, where you study about price trends with the help of charts, chart patterns, then some kind of statistical measures, etc. Okay, all these things you have learned, and both of these school thinks that we can predict future stock prices. Both of these school of thought thinks that, or believes that, we can predict future stock prices, and investors can most of the time outperform the stock. In the outperform of the stock എന്ന് പറഞ്ഞാൽ അർത്ഥം can gain advantage. Okay, advantage from mispricing. ഓക്കെ, മിസ്പ്രൈസിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പ്രൈസിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. 1 minute. മിസ്പ്രൈസിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഫ്യൂച്ചർ പ്രൈസിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൈസ് ട്രെൻഡ്സിനെ കുറിച്ച് പഠിച്ചാൽ, ഫ്യൂച്ചർ പ്രൈസിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ, വി ക്യാൻ ഔട്ട് പെർഫോം ദി സ്റ്റോക്ക് ഓർ ഗെയിൻ അഡ്വാൻറ്റേജ് ഫ്രം ദി സ്റ്റോക്ക്. ഗെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വി ക്യാൻ മേക്ക് ഇനഫ് പ്രോഫിറ്റ്. അതാണ് ഈ സ്കൂൾ ഓഫ് തോട്ട്സ് പറയുന്നത്. ഇനി അപ്പോൾ എന്തായാലും ഒരു ബിലീഫ് ഉള്ളപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ബിലീഫ് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവും, അല്ലേ? അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകണം വേറൊരു, ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഈ തിയറീസിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യാത്ത മറ്റൊരു തിയറി ഇറങ്ങി, ദാറ്റ് ഈസ് EMH, ദാറ്റ് ഈസ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഫണ്ടമെൻ്റലിലാണെങ്കിലും ടെക്നിക്കലാണ് ഏറ്റവും ആദ്യം. ഐ വിൽ ടെൽ അബൌട്ട് ടെക്നിക്കലിൽ ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു സ്റ്റോക്ക് പ്രൈസ് കാണിച്ചു തരാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടോ ഞാൻ. ഇവിടെയാണ് നമ്മുടെ കറൻറ്റ് ഡേ കിടക്കുന്നത്. ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് എ പ്രൈസ് ട്രെൻഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇനി ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു ബെൻഡിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങോട്ടാണ് സ്റ്റോക്ക്, ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്, ഇനി എങ്ങോട്ടാണ് സ്റ്റോക്ക് പോകാൻ സാധ്യത? അപ്പോൾ നിങ്ങൾ പഠിക്കും, നിങ്ങൾ ഏതാ സ്റ്റോക്ക് എന്നറിയില്ല, ഏത് കമ്പനിയുടെ സ്റ്റോക്ക് അറിയില്ല, നിങ്ങൾക്ക് വേറെ ഒരു ഇൻഫർമേഷനും കമ്പനീനെ കുറിച്ച് അറിഞ്ഞില്ല. എന്നാലും ഈ ചാർട്ട് പാറ്റേൺസ് കാണുമ്പോൾ നിങ്ങൾ പറയും, മാം ഇത് നമ്മൾ ഡൗൺ പോയിന്റ്സ് ഒക്കെ ഇതായാൽ ദിസ് സീംസ് ടു ബി ബുള്ളിഷ് ട്രെൻഡ്, so the chances of price rise is more than price fall. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ വിത്തൗട്ട് എനി ഇൻഫർമേഷൻ അബൌട്ട് ദി കമ്പനി, ടെക്നിക്കലിൽ അങ്ങനെയാണല്ലോ, കമ്പനീനെ കുറിച്ച് ഒരു ഇതുമില്ല, നമുക്ക് ട്രെൻഡിനെ പഠിച്ചാൽ നമ്മൾ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റും. അതായത് പാസ്റ്റ് പ്രൈസ് ട്രെൻഡിനെ കുറിച്ച് പഠിച്ചാൽ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുകയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ബിലീവ് ചെയ്യുന്നത് മാർക്കറ്റ് ഇൻഎഫിഷ്യൻ്റ് ആണ്, എഫിഷ്യൻ്റ് അല്ല. കാരണം എന്താണ്? ഇൻഎഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ പ്രെഡിക്റ്റ് ഫ്യൂച്ചർ പ്രൈസസ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി അതർ
information, help of any other information. Okay, അതാണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ഇങ്ങനെ പറയുമ്പോൾ ഇപ്പം ഇതിങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെ പറയാം, മിസ്സേ ഞാൻ ഇവിടെ എത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ് ഇനി എങ്ങോട്ടായിരിക്കും പ്രൈസ് പോകുന്നത്, മിസ്സേ ഇത് ബുള്ളിഷ് ട്രെൻഡാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മിസ്സിന് ധൈര്യമായിട്ട് ഇത് വാങ്ങാം, ഇത് പ്രൈസ് ദർ വിൽ ബി എ പ്രൈസ് റൈസ്, മോർ പ്രോബബിലിറ്റി ഫോർ പ്രൈസ് റൈസ് ദാൻ പ്രൈസ് ഫോൾ എന്ന് നിങ്ങൾക്ക് പറയാം. പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും വന്നിട്ടില്ലെങ്കിൽ, ട്രെൻഡ് റിവേഴ്സലിൻ്റെ പാറ്റേൺ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ ബിലീവ് ചെയ്യുന്നത് മാർക്കറ്റ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഎഫിഷ്യൻ്റ് ആണ്. ഇൻഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് അല്ല. ഇൻഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നോട്ട് ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. അവർ ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് അല്ല. അവർക്ക് കുറേ കഴിഞ്ഞിട്ടാണ് ഒരു ഇൻഫർമേഷനും വരിക. ആ ഇൻഫർമേഷൻ സ്റ്റോക്കിലേക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കുമ്പോൾ സമയമെടുക്കും. മീൻ വൈൽ നമുക്ക് ചെയ്യാനുള്ള ഡിസിഷൻസൊക്കെ അതിന് ചെയ്യുകയും ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഇൻഎഫിഷ്യൻറ്റ് മാർക്കറ്റാണെന്നാണ് ടെക്നിക്കൽ അനാലിസിസ് പറയുന്നത്. ഇനി ഫണ്ടമെൻ്റൽക്കാരും പറയുന്നത് ഇതന്നെയാണ്. Fundamentalum, it is also thinking regarding the market as inefficient. Okay, they also think that market is inefficient, but not to that extreme as technical people. ഓക്കെ, ഇവർ മാർക്കറ്റ് ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ ടെക്നിക്കൽ അനലിസ്റ്റ്മാരുടെ അത്ര ഇവരങ്ങനെ വിചാരിക്കുന്നില്ല, മാർക്കറ്റ് ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുന്നില്ല. മറിച്ച് ഇവർ പഠിക്കുന്നത് പാസ്റ്റ് ഇൻഫർമേഷൻ. ഓക്കെ, ഇതേവരെയായി അവൈലബിൾ ആയിട്ടുള്ള പാസ്റ്റ് ഇൻഫർമേഷൻ അത് പ്രൈസിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രൈസിൽ വന്ന് ചേർന്നിട്ട് അതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഇൻഫർമേഷൻ. there are many past information which reflected the current price of the share and which will be continued in the future. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ EIC അനാലിസിസ് മൊത്തം ചെയ്യുന്നത്. അപ്പോൾ ഇത്ര തന്നെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് വിചാരിക്കുന്നില്ല ടെക്നിക്കൽ അനലിസ്റ്റ്. ടോട്ടലി ഇൻഎഫിഷ്യൻ്റ്. ജസ്റ്റ് ഏതാ കമ്പനി എന്നും കൂടി അറിയാതെ ട്രെൻഡ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സേ അല്ല. അവർക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് ഇൻഫർമേഷൻ വരിക. ആ ലേറ്റ് ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ വളരെ ലേറ്റ് ആയിട്ടാണ് പ്രൈസിലേക്ക് അഡാപ്റ്റ് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യും, പക്ഷേ ഈ ബാക്കിയുള്ള തിയറികൾ പറയുന്ന അത്ര ഫാസ്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഫ്യൂച്ചർ പ്രൈസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫണ്ടമെൻ്റൽ അനാലിസിസ്റ്റ് they are also believing that market is inefficient, but not to that extent that technical people believe. Okay, അപ്പോൾ അവർ വിചാരിക്കുന്നത് പാസ്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്, അത് അവൈലബിൾ ആണ്, അത് ഇതുവരെയുള്ള പ്രൈസിൽ റിഫ്ലക്റ്റും ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എന്താ പറയുന്നത്, പക്ഷേ ഈ നമ്മൾ പാസ്റ്റ് ഇൻഫർമേഷനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിലെ പ്രൈസും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് EMH എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് പറയുന്നത് നോക്കാം. എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് ആദ്യം ഒറ്റ വരിയിൽ പറയാം. ദേ ബിലീവ് ദാറ്റ് മാർക്കറ്റ് ഈസ് എഫിഷ്യൻറ്റ്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ആർ ആക്റ്റീവ്. They seek for information very fast, which reflect the prices of stock very fast. Okay, or which reflect the price of stock very easily, I should say, very easily. Okay, and പിന്നെന്താ ഉണ്ടാവുന്നേ, because of which the investors cannot outperform the stock.
സി മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണ്, എല്ലാ ഇൻവെസ്റ്റേഴ്സും ആക്റ്റീവാണ്, ഇവർക്ക് കുറേ തരം ഇൻഫർമേഷൻ കിട്ടും. പാസ്റ്റ് മാത്രമല്ല, കറൻറ്റ് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും അവർക്ക് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ഇത് ഏറ്റവും വേഗത്തിൽ ഇവർക്ക് കിട്ടുകയും ചെയ്യും. എന്ത് ഇൻഫർമേഷൻ, ഇപ്പോൾ ഒരു കമ്പനി ഇവിടെ കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കമ്പനി എന്ത് ഡിസൈഡ് ചെയ്താലും എല്ലാം ഇവർക്ക് അവൈലബിൾ ആണ്. അവൈലബിൾ ആവുമ്പോഴത്തേക്കും സ്റ്റോക്ക് പ്രൈസിൽ അതിൻ്റെ ഫലം അവർ കാണിക്കും, സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്താൽ എന്തുണ്ടാവും, ഈ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് എന്നുള്ളത് നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കും, ഇൻഫർമേഷൻ വരുമ്പോഴത്തേക്കും സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്രൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ അത്ര ഈസി അല്ല. അതുകൊണ്ട് ഈ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ ഔട്ട് പെർഫോം ചെയ്യാനോ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനോ സാധിക്കില്ല, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അവർ സാധിക്കില്ല എന്ന് പറയുന്ന ഗ്രൂപ്പാണ് EMHൻ്റെ ഗ്രൂപ്പ്, എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്. ഇനി അതിൻ്റെ കുറച്ച് അസംഷൻസ് നമുക്ക് പഠിക്കാം. അസംഷൻസ് okay, this is found by Eugene Fama in the year 1960. Okay, 1960s ഇത് ഉണ്ടായി വന്നിട്ടുള്ളത്. So there are few assumptions. അപ്പോൾ എന്താ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്നത്, ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് വളരെ ലൈവാണ്, കോമ്പറ്റീറ്റേഴ്സ് ധാരാളം ഉണ്ട്. മറ്റേ ഇൻഎഫിഷ്യൻറ്റ് മാർക്കറ്റിൽ ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അവിടെ കോമ്പറ്റീറ്റേഴ്സ് കുറവായതുകൊണ്ടാണ് നമുക്ക് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റണേ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവരും ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സാണ്. ഇൻഫർമേഷൻ, പലതരം ഇൻഫർമേഷൻ ഇവർക്ക് ഈസിലി അവൈലബിൾ ആണ്. ഇത് സ്റ്റോക്ക് പ്രൈസിൽ പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പം ഇന്ന് ഇങ്ങനെയാണ്, ഇന്നൊരു ഇൻഫർമേഷൻ വന്ന് സ്റ്റോക്ക് പ്രൈസിനെ റിഫ്ലക്റ്റ് ചെയ്തു, നാളെ വേറൊരു ഇൻഫർമേഷൻ വന്ന് മറ്റൊരു ഇൻഫർമേഷൻ വന്ന് ആ സ്റ്റോക്ക് പ്രൈസിനെ ഏത് രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഔട്ട് പെർഫോം ചെയ്യാൻ അത്ര ഈസി അല്ല. ഇതിൽ നിന്ന് അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യാനോ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ സാധ്യത വളരെ കുറവാണ് എന്നാണ് വാദിക്കുന്നത്. സോ അസംഷൻസ് ഓഫ് ദ തിയറി ഇതിൽ പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. ഇൻഫർമേഷൻ ഇസ് ഫ്രീ ആൻഡ് ക്വിക്ക് ടു ഫ്ലോ. ഇൻഫർമേഷൻ ഫ്രീ ആണ്, ഇറ്റ് ഈസ് വെരി ക്വിക്ക് ടു ഫ്ലോ. ഓൾ ഇൻവെസ്റ്റേഴ്സ് ഹാവ് സെയിം ആക്സസ് ടു ഇൻഫർമേഷൻ. എല്ലാ ഇൻവെസ്റ്റേഴ്സും, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേ ആക്സസ് ആണ് ഇൻഫർമേഷനോടുള്ള. ട്രാൻസാക്ഷൻ കോസ്റ്റ്സ്, മറ്റ് കോസ്റ്റ്സ് ഇവിടെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. Investors are rational and behave in a cost-effective, competitive manner for optimization of returns. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സ് എല്ലാവർക്കും ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, അതിൻ്റെ ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് വളരെ ഹൈ ആണ്. കോമ്പറ്റീറ്റേഴ്സ് വളരെ ഹൈ ആവുമ്പോൾ നമുക്ക് വേറെ പ്രൈസിൻ്റെ ഒരു സ്റ്റോക്ക് പ്രൈസിൻ്റെ ഒരു വേരിയേഷനിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കോസ്റ്റ് ഇഫക്റ്റീവായിട്ടാണ് നീങ്ങുക. ഓക്കെ, എവറി ഇൻവെസ്റ്റേഴ്സ് ഹാസ് ആക്സസ് ടു ലെൻഡിങ് ആൻഡ് ബോറോയിങ് അറ്റ് ദ സെയിം റേറ്റ്. അത് ലെൻഡിങ്ങും ബോറോയിങ്ങും ഒക്കെ സെയിം റേറ്റ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രാൻസാക്ഷൻസ് അല്ലേ, പലപ്പോഴും ലെൻഡിങ്ങും ബോറോയിങ്ങും ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഇഷ്ടംപോലെ ലെൻഡ് ചെയ്യാം, ഇഷ്ടംപോലെ ബോറോ ചെയ്യാം, എല്ലാം സെയിം റേറ്റ് ആണ്. അസംഷൻസ് ആണ്. മാർക്കറ്റ് അബ്സോർബ്സ് ദ ഇൻഫർമേഷൻ ക്വിക്ക്ലി. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇറ്റ് അബ്സോർബ്സ് ദ ഇൻഫർമേഷൻ വെരി ക്വിക്ക്ലി, റെസ്പോൺസ് ടു ന്യൂ ടെക്നോളജി, ന്യൂ ട്രെൻഡ്സ്, ടേസ്റ്റ്സ്, കസ്റ്റമർ ടേസ്റ്റ്സ്, ഹാബിറ്റ്സ് എക്സെട്ര എഫിഷ്യൻ്റ്ലി ആൻഡ് ക്വിക്ക്ലി. അപ്പോൾ ഇതാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി പറയുകയാണ്, ഇനി സത്യം പറഞ്ഞാൽ നമ്മുടെ യുജീൻ ഫാമ ഇത് വളരെ ഭംഗിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാനൊരു ഡയഗ്രാമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ആയിക്കോട്ടെ, നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു. വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസി, സെമി സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസി, ഓക്കെ, ആൻഡ് സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസി.
ഓക്കെ. ഇനി ഞാൻ ഇൻഫർമേഷനെ നിങ്ങൾക്കൊരു അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നും ബുക്കിലൊന്നുമില്ല, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് ഇൻഫർമേഷനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ്. ഒന്ന് പാസ്റ്റ് ഇൻഫർമേഷൻ. ഓക്കെ, പാസ്റ്റ് ഇൻഫർമേഷൻ ദാറ്റ് ഓൾറെഡി റിഫ്ലെക്റ്റഡ് ഇൻ പ്രൈസ്. ഓക്കെ. ഇനി പബ്ലിക് ഇൻഫർമേഷൻ. പബ്ലിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ. പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ. ഓക്കെ, അങ്ങനത്തെ തരം ഇൻഫർമേഷനും ഉണ്ട്. ഉദാഹരണത്തിന് ആനുവൽ റിപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, ആനുവൽ റിപ്പോർട്ട്. പിന്നെ ആനുവൽ റിപ്പോർട്ടാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള എന്താ പറയുക, എല്ലാ ഡിസിഷൻസും എടുക്കുന്ന ആനുവൽ റിപ്പോർട്ടാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ സപ്പോസ് അവർ പുതിയ IPOന് പോകണു, അതിൻ്റെ എല്ലാം ഔദ്യോഗികമായിട്ടുള്ള പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ട്സിനെയാണ് നമ്മൾ ആനുവൽ റിപ്പോർട്ട് പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇന്നൊരു കാര്യമുണ്ട്, പ്രൈവറ്റ് ഇൻഫർമേഷൻ. അതിന് മറ്റൊരു പേര് നമ്മൾ കൊടുക്കുകയാണ് ഇൻസൈഡർ ഇൻഫർമേഷൻ. അപ്പം ഈ ക്രൈറ്റീരിയയിലാണ് നമ്മൾ ഈ 3 മാർക്കറ്റ് എഫിഷ്യൻസിനെ ഈ 3 ക്രൈറ്റീരിയയിലാണ് പറയുന്നത്. ഇനി എന്താണ് ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറയാം. ഇപ്പോൾ സപ്പോസ് ഒരു കമ്പനിയുടെ ഡയറക്ടർ, ഓക്കെ, അപ്പോൾ ഇവരുടെ ബോർഡ് മീറ്റിംഗ് നടക്കുകയാണ്. ബോർഡ് മീറ്റിംഗ് ആണ്. ഈ ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ സപ്പോസ് ഇവർ ഒരു കാര്യം ഡിക്ലെയർ ചെയ്തു, വളരെ പേഴ്സണലായിട്ട്, പബ്ലിക്കിന് പറയാനായിട്ടില്ല. ഇവർ തമ്മിൽ എന്താ പറയുക, ചർച്ച ചെയ്തപ്പോൾ ഇവർ ഡിസൈഡ് ചെയ്യുന്നു ഒരു കമ്പനിയുടെ ടേക്ക് ഓവറിനെ പറ്റിയിട്ട്. ഓക്കെ, മറ്റൊരു കമ്പനിയുടെ ടേക്ക് ഓവറിനെ പറ്റിയിട്ടുള്ള വളരെ ലൈവായിട്ടുള്ള ചർച്ചകളും ആലോചനകളും ഇവിടെ ഉണ്ടായി. ഏകദേശം ആവാമെന്നും വെച്ചു, പക്ഷെ പബ്ലിക്കിന് അത് അനൗൺസ് ചെയ്തിട്ടില്ല. ഇതിൽ മിസ്റ്റർ എ പറഞ്ഞിട്ടുള്ള ഡയറക്ടർ, ഇയാൾ വീട്ടിൽ പോയി. ഹി വെൻറ്റ് ടു ഹോം. ഹി ഷെയർഡ് ദ ഇൻഫർമേഷൻ വിത്ത് ഹിസ് കസിൻ. ഓക്കെ, കസിൻ്റെ അടുത്ത് ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തു. ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തപ്പോൾ കസിൻ വളരെ ലൈവ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ കസിൻ എന്ത് ചെയ്തു വെച്ചാൽ നേരെ പോയിട്ട്, ഇത് ടേക്ക് ഓവർ എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവ് ന്യൂസ് അല്ലേ, അപ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് എന്തായാലും ഉയരും. അപ്പോൾ ഈ ഇൻഫർമേഷൻ പ്രൈവറ്റ് ഇൻഫർമേഷനാണ് മിസ്റ്റർ എ കസിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കസിൻ മനസ്സിലാക്കിയത് ഇൻസൈഡർ ഇൻഫർമേഷനാണ്. നമ്മളതിനെ വിളിക്കുക എന്താണ്, ഇൻസൈഡർ ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഇൻസൈഡർ ഇൻഫർമേഷൻ ഇയാൾക്ക് വന്നതുകൊണ്ട്, ഇയാൾക്ക് കിട്ടിയോണ്ട് ഇയാൾ വേഗം സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ഈ പറഞ്ഞ കമ്പനിയുടെ XYZ ഏതാണെന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ സ്റ്റോക്ക് കുറേ വാങ്ങിയിട്ടു എന്ന് പറഞ്ഞാൽ ഇയാൾ വളരെ ഒരു മാർക്കറ്റ് മേക്കർ തന്നെയായിരിക്കും, നല്ല ലൈവായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ ഇയാൾ വാങ്ങിയിട്ടപ്പോൾ ഇതിൻ്റെ പ്രൈസ് പെട്ടെന്ന് അവിചാരിതമായിട്ട് ഒരു ദിവസം പ്രൈസ് കൂടുകയാണ്. കാരണം ഡിമാൻഡ് കൂടും. ഇയാൾ വാങ്ങി, അപ്പോൾ ഇയാളുടെ കൂടെയുള്ള കുറച്ച് പേര് വാങ്ങി, എന്തുകൊണ്ടറിയില്ല, എന്തായാലും കുറച്ച് പേര് വാങ്ങി, അങ്ങനെ പ്രൈസ് പെട്ടെന്ന് കൂടും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ പ്രൈവറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഈ 3 തരത്തിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ മാർക്കറ്റ് എഫിഷ്യൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓക്കെ, ഒന്നുമില്ലാതെ ഒരു ഇൻഫർമേഷനും അല്ലെങ്കിൽ എന്താ പറയുക ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇല്ലാത്ത മാർക്കറ്റിനെ നമ്മൾ എന്ത് വിളിക്കും, വി കോൾ ഇറ്റ് ആസ് ഇൻഎഫിഷ്യൻറ്റ് മാർക്കറ്റ്. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും, എഫിഷ്യൻറ്റ് മാർക്കറ്റ്. ഓക്കെ, അതിലാദ്യം ഞാൻ പറയാൻ പോകുന്നത് വീക്ക് ഫോം ഓഫ് എഫിഷ്യൻറ്റ് മാർക്കറ്റ്, ഫോം ഓഫ് എഫിഷ്യൻസി. അപ്പോൾ ഇൻഎഫിഷ്യൻറ്റ് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ഏതിനെ മാത്രമാണ്, ആരാണ് ഇത് ഫോളോ ചെയ്യുന്നത്, ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നവരാണ് മാർക്കറ്റ് ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് ബിലീവ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ബിലീവ് ചെയ്യുന്നില്ല. വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസി, സത്യം പറഞ്ഞാൽ ഈ വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസിയിൽ വി ക്യാൻ ഇൻക്ലൂഡ് ദ ഇൻവെസ്റ്റേഴ്സ് ഹു ഡു ഫണ്ടമെൻ്റൽ അനാലിസിസ്. Why? Because
വൈ ഇറ്റ് ഇസ് സോ? ബിക്കോസ് ഇവിടെ അവർ പറയുന്നത് ദർ ആർ പാസ്റ്റ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ഓൾറെഡി reflected in stock prices. Okay. ഇവിടുത്തെ ഈ വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസി, എഫിഷ്യൻറ്റ് മാർക്കറ്റിലുള്ളവർക്ക് പബ്ലിക്കും പ്രൈവറ്റും ഇൻഫർമേഷനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, അവർക്ക് ഏത് മാത്രമേ അറിയുള്ളൂ? അവർക്കറിയുന്നത് പാസ്റ്റ് ഇൻഫർമേഷനാണ്. ആ പാസ്റ്റ് ഇൻഫർമേഷൻ ഓൾറെഡി പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ച് അവർ ഫ്യൂച്ചർ പ്രൈസസിനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു എൻവയൺമെൻറ്റാണ് വീക്ക് ഫോം ഓഫ് എഫിഷ്യൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പോൾ യൂഷ്വലി അത് സപ്പോർട്ട് ചെയ്യണത് ആരാണ്? ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ പാസ്റ്റ് ഇൻഫർമേഷനെ കൂടുതലായിട്ട് പഠിച്ച് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നു. ഇവിടെയും അത് തന്നെയാണ്. വീക്ക് ഫോം ഓഫ് എഫിഷ്യൻറ്റ് മാർക്കറ്റിൽ എന്താണ് ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെ എന്ത് മാത്രമേ അറിയുള്ളൂ? ദേ വിൽ ഗെറ്റ് ഓൺലി ഫാസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ദേ ബിലീവ് ഇൻ ദാറ്റ് ആൻഡ് ദേ ട്രൈ ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ പ്രൈസസ് ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ്. ദാറ്റ് ഈസ് വീക്ക് ഫോം ഓഫ് എഫിഷ്യൻറ്റ്. ഇനി സെമി സ്ട്രോങ്ങിൻ്റെ പ്രത്യേകത, ഇവിടെ പാസ്റ്റ് ഇൻഫർമേഷൻ എന്തായാലും അറിഞ്ഞിരിക്കും. കൂടാതെ പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ ഇവിടുത്തെ ആൾക്കാർക്ക് അറിഞ്ഞിരിക്കും. ഇവിടെ സെമി സ്ട്രോങ് ആകുമ്പോഴത്തേക്കും ഇൻവെസ്റ്റേഴ്സ് ആക്റ്റീവാണ്, അവർക്ക് ഇൻഫർമേഷൻ ഈസിലി ആക്സസബിൾ ആണ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഇൻഫർമേഷനെ അവർക്ക് അറിയുള്ളൂ? പാസ്റ്റ് ഇൻഫർമേഷൻ പിന്നെ ഓൾറെഡി അറിയും. പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഈ ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടുമ്പോഴത്തേക്കും അത് സ്റ്റോക്ക് പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റേഴ്സിനും ഒരുപാട് ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ ഇല്ല. കൂടുതലായി അഡ്വാൻറ്റേജ് എടുക്കാനുള്ള സാധ്യതകളില്ല. എക്സ്ട്രാ ഓർഡിനറി സൂപ്പർ പ്രോഫിറ്റ്സ് ഏൺ ചെയ്യാനുള്ള സാധ്യതകളില്ല. അപ്പോൾ സെമി സ്ട്രോങ് എഫിഷ്യൻസി മാർക്കറ്റിൽ ഏത് തരം ഇൻഫർമേഷനാണ് അവൈലബിൾ ആവുന്നത്? പാസ്റ്റ് പ്രൈസസിൻ്റെ ഇൻഫർമേഷനും പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷനുമാണ് അവൈലബിൾ ആവുന്നത്. ഓക്കെ, I hope this is clear, and because of this the chances of outperforming the stock or say making super profit in the stock, it's quite impossible. Last endu varunu? strong efficiency, strong form of efficiency. ഓക്കെ, സ്ട്രോങ് ഫോം ഓഫ് എഫിഷ്യൻസിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. പാസ്റ്റ് പിന്നെ ഉണ്ട്, പബ്ലിക്ലി അവൈലബിൾ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇവിടെ ഉള്ളവർക്ക് എന്തും കൂടി അറിയും. ഈ ഡയറക്ടേഴ്സ് തമ്മിൽ ചർച്ച ചെയ്തില്ലേ? ഇപ്പോൾ സപ്പോസ് ഈ ഡയറക്ടേഴ്സ് തമ്മിൽ ടേക്ക് ഓവറിൻ്റെ കാര്യം ചർച്ച ചെയ്തത് ക്യാമറയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇവർ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇൻഫർമേഷൻ, ദിസ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. മനസ്സിലായോ? ഇത് എക്സ്ട്രീമിറ്റിയാണ്. ഇങ്ങനെ ഇത്രത്തോളം എഫിഷ്യൻ്റ് ആവാൻ മാർക്കറ്റിന് ഒരിക്കലും കഴിയില്ല. എന്നാലും നമ്മൾ തിയറിയിൽ നമ്മൾ അങ്ങനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ടേക്ക് ഓവറിനെ കുറിച്ച്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടേക്ക് ഓവറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്ത് ക്ലിയർ ആവും? ഇവർക്ക് അത് എത്തുകയും ആ പ്രൈസ് ഉടനടി റിഫ്ലക്റ്റ് ചെയ്യുകയും. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. സെമി സ്ട്രോങ്ങിലെ ആൾക്കാർക്ക് എന്തറിയൂല? ഇൻസൈഡർ ഇൻഫർമേഷൻ അറിയൂല. അപ്പം ഇവിടെ ചെറിയൊരു സാധ്യത ഔട്ട് പെർഫോം ചെയ്യാനുണ്ട്. ആർക്കുണ്ട്? ഇൻസൈഡർ ഇൻഫർമേഷൻ അറിയുന്ന ആൾക്ക് ഇവിടെ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്, എന്താ പറയുക, സൂപ്പർ പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, മിസ്റ്റർ എ ബോർഡ് ഓഫ് ഡയറക്ടറിലെ അംഗമായിരുന്നു. അയാളുടെ പോയി കസിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ ഈ കസിൻ എന്ത് ചെയ്തു? മുന്നേ കൂട്ടി ടേക്ക് ഓവർ നടക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് എന്തായാലും കൂടും, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വാങ്ങിയിട്ടേക്കാം, അന്ന് നമുക്ക് വിൽക്കാം എന്നുള്ള. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് സെമി സ്ട്രോങ് എഫിഷ്യൻറ്റ് മാർക്കറ്റിൽ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ആസ് സച്ച് പറ്റൂല, പക്ഷേ ഇങ്ങനെയുള്ള ഇൻസൈഡർ ഇൻഫർമേഷൻ അറിയുന്നവർക്ക് ഇതിവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ തീർത്തും സാധ്യതയില്ല, ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ തന്നെ ഇല്ല. കാരണം എന്താ? ഇൻസൈഡർ ഇൻഫർമേഷനും കൂടി ഇവിടുത്തെ ഈ എഫിഷ്യൻറ്റ് മാർക്കറ്റിലെ ഇൻസൈഡർ ഇൻഫർമേഷനും കൂടി വളരെ ഫ്രീലി അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ തീരെ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ തിയറി. തിയറിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഇത് എന്താ പറയുക, ഒരു പരിധി ടെക്നിക്കൽ അനാലിസിസിനെ തീർത്തും ഓപ്പോസ് ചെയ്യാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസിനെ ഒരു പരിധി വരെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസി. അവർ പറയുന്നത് പബ്ലിക് ആൻഡ് ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്, ഇവർക്ക് ഈസിലി ആക്സസിബിൾ ഇൻഫർമേഷൻ ഉണ്ട്, എല്ലാ ഇൻഫർമേഷനും ഇവർക്ക് ഈസിലി ആക്സസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇവിടെ വളരെ കുറവാണ്. അപ്പം എന്നിട്ട് എഫിഷ്യൻസിനെ ഡിവൈഡ് ചെയ്തു. വീക്ക് ഫോമിൽ എന്ത് മാത്രമേ അവൈലബിൾ ആവുള്ളൂ? പാസ്റ്റ് ഇൻഫർമേഷൻ മാത്രമേ ഇവിടെ അവൈലബിൾ ആവുള്ളൂ. സെമി സ്ട്രോങ്ങിൽ പാസ്റ്റും പബ്ലിക്കും ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഇൻസൈഡേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ, അവരുടെ അടുത്താണ് ഇൻസൈഡർ ഇൻഫർമേഷൻ ഉണ്ടാവുക, പ്രൈവറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവുക, അവർക്ക് ഇവിടെ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ തീർത്തും ആർക്കും ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാ ഇൻഫർമേഷൻ, ദിസ് ഈസ് ദ എക്സ്ട്രീം കേസ്, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ ഇൻ റിയൽ ലൈഫ്. ഓക്കെ, ഇനി വീക്ക് ഫോമിൽ ഔട്ട് പെർഫോം ചെയ്യാം. കാരണം എന്താണ്, നമ്മൾ പാസ്റ്റ് ഇൻഫർമേഷനെ കുറിച്ച് അവെയർ ആവുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് വന്നാലും ചിലപ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ടായാൽ ചിലവർക്ക് മാത്രം ഗെയിൻ ഉണ്ടാവും, ചിലവർക്ക് ലോസ് ഉണ്ടാവും. സോ ഇവർക്കും ഔട്ട് പെർഫോം ചെയ്യാം. ഇവിടെ ഒറ്റ ആൾക്കാർക്ക്, പ്രൈവറ്റ് ഇൻഫർമേഷൻ അറിയുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ അവർക്ക് പോലും ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് ഹൗ. അപ്പോൾ EMH തിയറി പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം? ആദ്യം EMH ഫൈൻഡ് ചെയ്തത് ഡെവലപ്പ് ചെയ്തത് യൂജീൻ ഫാർമർ ഇൻ 1960s. ഓക്കെ, ഇൻ 1960s ആണ്. അവിടെ നമ്മൾ ബേസിക് ഇൻഫർമേഷൻ കൊടുക്കുക. എസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇക്കണോമിക്സിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ എസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് 3 forms ഓഫ് മാർക്കറ്റ് എഫിഷ്യൻസിയും കൂടി ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യണം. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനുള്ളത് ചില ടെസ്റ്റ്സും കൂടി നമ്മൾ പഠിക്കും. അത് ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നില്ല, അത് പിന്നെയാണ് എടുക്കുന്നത്. സോ ഇതിൻ്റെ പാരലലായിട്ട് ഏകദേശം ഇതിൻ്റെ വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു തിയറി ഉണ്ട്, റാൻഡം വാക്ക് തിയറി. അതും കൂടി പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. റാൻഡം വാക്ക് തിയറി. ഓക്കെ, ദിസ് ഈസ് ഡെവലപ്ഡ് ബൈ Burton Malkiel. Developed by Burton Malkiel. In the Wall Street Journal-ലാണ് ഇത് ഇവർ ആർട്ടിക്കിളായിട്ട് വന്നിട്ടുള്ളത്. പോപ്പുലറൈസ്ഡ് ബൈ, അങ്ങനെ പറഞ്ഞാൽ മതി, പോപ്പുലറൈസ്ഡ് ബൈ ബർട്ടൺ മാർക്കീൽ ഇൻ 1973. അപ്പം ഇതിലും നമ്മളുടെ വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസി ഉണ്ടല്ലോ, അതേ കാഴ്ചപ്പാടാണ് ഇവിടെയുള്ളത്. പക്ഷെ ചെറിയൊരു മാറ്റം എന്താണെന്ന് നോക്കാം. നമ്മൾക്ക് റാൻഡം വാക്ക് തിയറി പറയുന്നത് എന്താ വെച്ചാൽ, സ്റ്റോക്ക് പ്രൈസ് ഈസ് ലൈക്ക് എ ഡ്രങ്കാർഡ്. നല്ലോണം കള്ള് കുടിച്ച ആൾക്കാരെങ്ങനെയാണ്, അവർക്ക് ഏത് ഭാഗത്തേക്കാണ് നടക്കുന്നതെന്ന് അറിയില്ല. കുറേ ഇങ്ങോട്ട് പോവും, പിന്നെ കുറേ ഇങ്ങോട്ട് പോവും, പിന്നെ കുറേ ഇങ്ങോട്ട് പോവും, പിന്നെ ചിലപ്പോൾ കുറച്ച് ഇങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെ പല റാൻഡം. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, റാൻഡം വാക്ക് തിയറി പറയുന്നത് സ്റ്റോക്ക് പ്രൈസ് ഈസ് ലൈക്ക് എ ഡ്രങ്കാർഡ്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ഡയറക്ഷൻ. ഫ്യൂച്ചർ സ്റ്റോക്ക് പ്രൈസിന് ഒരു ഡയറക്ഷൻ ഇല്ല. കാരണം എവറി ഡേ ദർ വിൽ ബി ന്യൂ ഇൻഫർമേഷൻ which will be available, which will reflect the stock prices very fast. Investors know only the past information. Investors know only the past information, not the current or future information കുറിച്ച് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ we cannot predict future prices. And cannot outperform the stock. Okay, same thing. അപ്പോൾ വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസിയിൽ നമ്മൾ എന്താ പറയുന്നത്? പാസ്റ്റ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ.
ഓക്കെ, പാസ്റ്റ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്താ പറയുക, പബ്ലിക്ലി അവൈലബിൾ ഇൻഫർമേഷൻ വന്നാലും അതിൻ്റെ ആക്സസിബിലിറ്റി കുറവാണ്. അത് വന്നാലും എന്താ പറയുക, പെട്ടെന്ന് റിഫ്ലക്റ്റ് വെച്ചാൽ ഒരു ടൈം ലാഗ് അതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. സോ ഒരു പരിധി വരെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, റാൻഡം വാക്ക് തിയറിയിൽ എന്താ പറയുന്നത് വെച്ചാൽ, പാസ്റ്റ് ഇൻഫർമേഷൻ അറിയാം, ബട്ട് cannot predict future prices because why cannot predict future prices? Because നമ്മളുടെ ഡേ ടു ഡേ ന്യൂ ഇൻഫർമേഷൻ വരും. അതുകൊണ്ട് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസി സപ്പോർട്ട്സ് ഓൺലി ദ പാസ്റ്റ് ഇൻഫർമേഷൻ. ഹിയർ ഓൾസോ ഇറ്റ് സപ്പോർട്ട്സ് ഓൺലി ദ പാസ്റ്റ് ഇൻഫർമേഷൻ. ബാക്കിയുള്ളത് അറിയില്ല. ഇവിടെ ബാക്കി അറിഞ്ഞേക്കാം, പക്ഷെ കുറച്ച് മെല്ലെ ആയിരിക്കും, ലാഗ് ഉണ്ടാവും. അറിയാൻ ലാഗ് ഉണ്ടാവും. എന്നാലും ആ സമയം കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് ഈ പാസ്റ്റ് ഇൻഫർമേഷൻ മാത്രമേ അറിയുള്ളൂ. ഇന്നലെ വരെയുള്ള പ്രൈസ്, ഇന്ന് തൊട്ട് എന്താണ്, ഇന്ന് രാവിലെ നമുക്ക് എന്താ ഉണ്ടാവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തീരെ പ്രഡിക്റ്റബിൾ അല്ല. സ്റ്റോക്ക് പ്രൈസ് വളരെ റാൻഡം ആയിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഔട്ട് പെർഫോം ചെയ്യൽ സാധ്യമല്ല, പോസിബിൾ അല്ല എന്ന് പറയുന്നതാണ് റാൻഡം വാക്ക് തിയറി. അപ്പം ഞാൻ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണത് കാരണം ഈ വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസി ആയിട്ട് വളരെ ക്ലോസ് ആയി നിൽക്കുന്ന തിയറി ആയതുകൊണ്ടാണ് റാൻഡം വാക്ക് തിയറി എന്ന് തിയറിയും കൂടി ഞാൻ മെൻഷൻ ചെയ്തത്. സോ വൺസ് അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, വീക്ക് ഫോം ഓഫ് എഫിഷ്യൻസിയിൽ പാസ്റ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. പബ്ലിക്ക് നമുക്ക് കിട്ടാൻ കുറച്ച് ടൈം ലാഗ് വരും. ആ നേരം കൊണ്ട് ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെയോ പാസ്റ്റ് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും സ്റ്റോക്ക് പ്രൈസിൽ. പക്ഷേ ഇന്ന് രാവിലെ വരെയുള്ള പ്രൈസേ നമുക്ക് അറിയുള്ളൂ. അത് ഇന്ന് രാവിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പുതിയ ഇൻഫർമേഷൻ വരും. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് പ്രൈസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ തീരെ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത നില്ലാണ്, സാധിക്കുകയില്ല, ഇമ്പോസിബിൾ ആണ് എന്ന് പറയുന്നതാണ് റാൻഡം വാക്ക് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, വൺ മോർ തിയറി ഉണ്ട്. നമുക്ക് എലിയട്ട് വേവ് തിയറി പറഞ്ഞിട്ട് ഒരു തിയറിയും കൂടി പഠിക്കാനുണ്ട്. പിന്നെ EMHൻ്റെ മാർക്കറ്റ് എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ടെസ്റ്റ്സും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.